അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നൊരു റംദാൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതൊരു സമോസ ഷീറ്റ് റെസിപ്പിയാണ്. ഈ സമോസ ഷീറ്റ് റംദാനിൽ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും. ഇതേപോലെ സമോസ പോക്കറ്റ്സ്, റോൾസ്, ത്രെഡഡ് ചിക്കൻ, പിന്നെ ഇതേപോലെ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കുക. കുറേ ആൾക്കാരെല്ലാം ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാണ്ട് ജസ്റ്റ് ഒരു കപ്പ് മൈദത്തിൽ കുറേ ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 1/4 സ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളമൊന്നും ഇട്ടെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടെടുത്തിട്ട് ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ഇട്ടെടുത്തിട്ട് 1 മിനിറ്റ് വരെ കുഴച്ചെടുക്കാം. നെക്സ്റ്റ് ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നെക്സ്റ്റ് ഇതൊന്ന് ഒരു 20 മിനിറ്റ് ആയ പിന്നെ ഒരു ബോൾ സൈസുള്ള മാവൊന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതൊന്ന് മൈദപ്പൊടിയിൽ മൊത്തം സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഒരു 5 ഇഞ്ച് ഇത്ര വലുപ്പത്തിൽ പിന്നെ കുറച്ച് തിക്കായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതൊന്ന് റെഡിയായി പിന്നെ ഒരു പ്ലേറ്റിൽ സൈഡിലേക്ക് വെക്കാം. ഇതേപോലെ മൊത്തം മാവ് അതേ ഒരു സൈസിൽ ഒരു 5 ഇഞ്ച് ആയിട്ടുള്ള സൈസിൽ റോൾ ചെയ്തെടുക്കാം. എന്നിട്ടിതാ ഒരു റോളാക്കിയ മാവൊന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ ഓയിലൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ജാസ്തി ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല പോലെ ഓയിലൊന്നും ഇട്ട് കൊടുക്കാം. ഇതേ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എണ്ണയൊന്ന് റോളാക്കിയ മാവൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇതേപോലെ മൊത്തം റോളാക്കിയ ആ ഒരു പൊറോട്ട എടുത്തിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓയിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് വെച്ചിട്ട് സെയിം പ്രോസസ്സ് എത്ര നമ്മൾ റോളാക്കിയ ഷീറ്റ് ഉണ്ടാവും അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കാം. എന്നിട്ടിതാ ഇതൊരു നല്ല വലുപ്പത്തിൽ വീണ്ടും റോളാക്കിയിട്ടെടുക്കാം. നല്ല തിന്നായിട്ട് റോളാക്കണം. നല്ല വലുപ്പത്തിൽ നമുക്ക് എത്ര വേണോ നമുക്ക് എത്ര തിന്നായിട്ടുണ്ടോ അത്ര തിന്നായിട്ട് റോളാക്കിയിട്ടെടുക്കാം. ഇതൊന്നും മെല്ലെ എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലുള്ള തവ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ള് ലോ ഫ്ലെയിമിലുണ്ടാവണം. ഇതൊന്ന് ജസ്റ്റ് ഹീറ്റാക്കിയെടുക്കാം. ഇതൊന്ന് ഫസ്റ്റ് ഒരു സൈഡ് ജസ്റ്റ് ഹീറ്റായ പിന്നെ ഒരു സൈഡ് തിരിച്ചു കൊടുക്കാം. ഈ സൈഡും കുറച്ച് ഹീറ്റായാൽ മതി. പിന്നെ ഈ ഒരു സൈഡും ജസ്റ്റ് ഹീറ്റായ പാട് ആ ഒരു ലെയറൊന്ന് മെല്ലെ ഓപ്പൺ ആയിട്ട് വരും. ഇതൊന്ന് മെല്ലെ ഞാൻ കാണിക്കുന്ന പോലെ മെല്ലെ എടുക്കാം. പിന്നെ ഇതൊന്ന് നല്ല ചൂടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടൊന്നും എടുക്കാം. ഫസ്റ്റ് ഷീറ്റ് ഒന്നും എടുത്തപാട് വേഗം ബാക്കിയുള്ളതും എടുക്കാം. ഇല്ലെങ്കിൽ അതും ഫുള്ളായിട്ട് ഓക്കായി പോവും. പിന്നെ നിങ്ങൾ ഇങ്ങനെയും ചെയ്യാം. 2 സൈഡ് ഹീറ്റായപ്പാട് ആ ഷീറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഓരോന്നായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഓരോന്നായിട്ട് എടുക്കാം. ഇങ്ങനെ പാനിൽ നിന്ന് എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷീറ്റ് ഒന്ന് എടുത്തിട്ട് ആ ഒരു വേറെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, വേറെ താഴത്തെ ഷീറ്റൊന്നും ഹീറ്റായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈസിയാവും അങ്ങനെ ചെയ്തെടുക്കാം.
ഇതാ എത്ര നല്ല ഷീറ്റ് കുക്കായിട്ട് റെഡിയായി. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് സ്കെയിലൊന്നും അവൈലബിൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു സ്പൂണിൻ്റെ ഹെൽപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിന്. നിങ്ങളുടെ അടുത്ത് സ്കെയിൽ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിന് സമോസ ഷീറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ. പിന്നെ ഇതിൽ സമോസ പാറ്റീസ് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. പിന്നെ ഇത് സൈഡ് കട്ടാക്കിയത് ഇതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ത്രെഡഡ് ചിക്കൻ പിന്നെ കുറേ ഐറ്റംസ് ഇതിലുണ്ടാക്കാം. ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയ പിന്നെ നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപോലെയുള്ള സമോസ ഷീറ്റ് റെഡി. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൈയൊന്ന് അതിൻ്റെ ബാക്കൊന്ന് കണ്ട് അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത് കഴിഞ്ഞ റംദാനിൽ തന്നെ. കുറേ ആയി. എൻ്റെ സിസ്റ്റർ ഇൻലാണ് എനിക്ക് ഫസ്റ്റ് ഇതൊന്നും ഉണ്ടാക്കാൻ കാണിച്ചത്. ബട്ട് അവരുണ്ടാക്കുമ്പോൾ ഞാനും കൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് അന്നുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടായിന്. അവർ പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ ശരിയായത്. ഇത് ഞാൻ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കിയെങ്കിൽ നല്ല സമോസ ഷീറ്റ് റെഡി ആയിട്ട് കിട്ടും. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.